നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിലൂടെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഇടവമാസത്തെ നക്ഷത്രഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രത്തിന്റെ ഫലം നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ നിന്നും ആദിത്യൻ മാറുന്നത് ആശ്വാസമേകും. എങ്കിലും രണ്ടാം ഭാവത്തിലാകയാൽ വാക്കുകളിൽ ആജ്ഞാഭാവം കടന്നുകൂടാം. ഇടവം 4-ാം തീയതിയിലെ രാഹുമാറ്റം 11-ലേക്കാവുകയാൽ ഗുണപ്രദമാണ്. 12-ലെ ശനി സൃഷ്ടിക്കുന്ന സൂര്യക്കെടുകൾക്ക് ഒരു പരിധിവരെ രാഹുസ്ഥിതി സന്തുലിതത്വം ഉണ്ടാക്കും. വരുമാനമാർഗം തടസ്സപ്പെടുകയുമില്ല. 5-ലേക്ക് കേതു വരുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിക്കും. മക്കളുടെ കാര്യത്തിൽ മനക്ലേശങ്ങൾ ഉണ്ടാവുന്നതാണ്. ചൊവ്വ 4-ൽ തുടരുകയാൽ വാഹനം ഉപയോഗിക്കുന്നതിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. ഗാർഹികമായ ചില ഭിന്നതകൾ തലപൊക്കാം. മാസപ്പകുതിക്ക് ശേഷം ശുക്രൻ ജന്മരാശിയിൽ വരുന്നത് ദേഹസുഖം, ഭോഗാനുഭവങ്ങൾ, മനസ്സന്തോഷം ഇവയ്ക്ക് കാരണമാകും. 3-ൽ വ്യാഴം സഞ്ചരിക്കുകയാൽ തൊഴിൽ മേഖലയിൽ അധ്വാനഭാരം കൂടാം. വ്യാഴം ഭാഗ്യഭാവത്തിൽ നോക്കുന്നത് ഗുണകരമാണ് താനും. അടുത്തതായി ഭരണി നക്ഷത്രത്തിന്റെ ഫലം നോക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ പ്രയത്നം ആവശ്യമായി വരുന്ന കാലഘട്ടമാണ്. ജന്മരാശിയിൽ നിന്നും ആദിത്യൻ മാറുന്നത് കുറച്ചൊക്കെ ആശ്വാസമേകും. എന്നാൽ മുഖരോഗങ്ങൾക്ക്, അതായത് ENT രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. 7-ര ശനി യാത്രകൾക്ക് വഴിയൊരുക്കാം. ചിലപ്പോൾ യാത്രകൾക്ക് ചെറിയ ക്ലേശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ചിലവ് അധികരിക്കാനും സാധ്യതയുണ്ട്. ബുധന്റെ 2-ാം ഭാവസ്ഥിതി ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ കൊണ്ടുവരാനിടയുണ്ട്. മാസം പകുതിക്കുമേൽ ശുക്രൻ ജന്മരാശിയിൽ വരുന്നത് ഭൗതിക സമൃദ്ധിക്കും പാരിതോഷിക ലബ്ധിക്കും കാരണമാകുന്നതാണ്. 4-ൽ തുടരുന്ന ചൊവ്വ ബന്ധുവിരോധം സൃഷ്ടിക്കാം. 4-ലെ രാഹുമാറ്റം ഗുണകരമാവും എന്നതിൽ സംശയമില്ല. കേതുമാറ്റം ഷാഢ്യങ്ങൾ വളർത്താം. അടുത്തതായി കാർത്തിക നക്ഷത്രത്തിന്റെ ഫലമാണ്. മാസാദ്യത്തിലെ 10 ദിനങ്ങൾ ആദിത്യൻ കാർത്തിക നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. അതിനാൽ അലച്ചിലും ദേഹക്ലേശവും വരാം. ഇടവക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഗുണപ്രദമാണ്. ധനപരമായ ശോച്യതകൾക്ക് പരിഹാരം തെളിയുന്നതായിരിക്കും. തൊഴിൽ തേടുന്നവർ നിരാശപ്പെടില്ല. സ്വകാര്യ സ്ഥാപനത്തിൽ വേതന വർധനവ് ഉണ്ടാവും. മേടക്കൂറുകാർക്ക് തൊഴിലിടത്തിൽ വിരോധികൾ ഉണ്ടാവും. രാഹുമാറ്റം മത്സരങ്ങളിൽ വിജയം നൽകുന്നതാണ്. എതിർപ്പുകളെ മറികടക്കും. വിദേശ പഠനം, തൊഴിൽ ഇവ സാധ്യമാകും. സഹോദരരുടെ സഹായം പ്രതീക്ഷിക്കാം. പ്രണയ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ഏകപക്ഷീയമായ അഭിപ്രായങ്ങൾ കുടുംബത്തിന്റെ പിന്തുണയിൽ വിള്ളലുണ്ടാക്കും. അടുത്തതായി രോഹിണി നക്ഷത്രത്തിന്റെ ഫലം നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ജന്മരാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുകയാൽ ദേഹത്തിന് ആയാസം ഭവിക്കും. വിഭവനാശം ഉണ്ടാവുന്നതാണ്. 2-ലെ കുരു നൽകുന്ന ഫലം കിട്ടിത്തുടങ്ങുവാൻ വൈകുന്നതാണ്. വാക്കുകളിൽ മിതത്വം പാലിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയത്തിനനുസരിച്ചുള്ള കോഴ്സുകളെ കുറിച്ച് ധാരണ ലഭിക്കുന്നതാണ്. 11-ലെ ശനി പാരമ്പര്യ തൊഴിലിൽ വിജയം സമ്മാനിക്കും. വയോജനങ്ങളിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കും. 11-ലും 12-ലുമായി ശുക്രൻ സഞ്ചരിക്കുകയാൽ പ്രണയകാര്യത്തിൽ സന്തോഷം ഭവിക്കും. പാരിതോഷികങ്ങൾ ലഭിക്കാം. രാഹു 10-ലും കേതു 4-ലേക്കും മാറുന്നത് അത്ര ഗുണകരമാവില്ല. ഗൃഹസൗഖ്യം കുറയാനുള്ള സാധ്യതയുണ്ട്. ജോലിമാറ്റത്തിന് തൽക്കാലം മുതിരരുത്. വസ്തു വിൽക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ആദിത്യന്റെ സഞ്ചാരം അനുകൂല ഭാവങ്ങളിലല്ലാത്തതിനാൽ ദേഹക്ലേശം വരാം. അധികാരികളുടെ പ്രീതി ലഭിക്കാനും സാധ്യത കുറവാണ്. ഇടവമാസം ഒടുവിൽ വരെ വ്യാഴം ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് ഗുണകരമല്ല. രാഹു കേതുമാറ്റം ഭാഗികമായി ഗുണം ചെയ്യും. പണം മുടക്കി ചെയ്യുന്ന ഏർപ്പാടുകൾ ലാഭകരമാവാൻ വൈകിയേക്കും. കടബാധ്യതകൾ വർദ്ധിപ്പിക്കരുത്. വിലപിടിച്ച രേഖകൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട്. കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധയുണ്ടാവണം. ബന്ധുക്കളുമായി രമ്യത പുലർത്താൻ ശ്രമിക്കും. പുതുവാഹനം വാങ്ങാൻ യോജിച്ച സമയമല്ല. കലാകാരന്മാരെ നല്ല അവസരങ്ങൾ തേടി വരുന്നതാണ്. ഇടവക്കൂറുകാർക്ക് ശനിയുടെ ആനുകൂല്യമുള്ളതിനാൽ തടസ്സങ്ങളെ മറികടക്കും. മിഥുനക്കൂറുകാർക്ക് കണ്ടകശനിക്കാലം തൊഴിൽ മാന്ദ്യത്തിന് കാരണമാകും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ആദിത്യൻ 12-ലും ഗുരു ജന്മത്തിലുമാണ്. ഇരു ഗ്രഹസ്ഥിതികളും ഗുണകരമല്ല. കാര്യസാധ്യത്തിന് നിരന്തര യാത്രകൾ വേണ്ടി വന്നിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സം വരാനിടയുണ്ട്. നല്ല കാര്യങ്ങൾ എന്ന് കരുതുന്നവ പ്രാവർത്തികമാക്കാൻ കിണഞ്ഞു പ്രവർത്തിക്കണം. പരീക്ഷാ വിജയത്തിൽ അനുമോദനങ്ങൾ തുടരപ്പെടുന്നതാണ്. ഉപരിവിദ്യാഭ്യാസത്തിൽ ആശയക്കുഴപ്പം മാറിയേക്കാം. കണ്ടകശനിയാകയാൽ സ്വാശ്രയ ബിസിനസ്സിൽ പുരോഗതി കുറയും. ഇടപാടുകൾ വിജയിക്കാൻ ധാരാളം വിട്ടുവീഴ്ചകൾ വേണ്ടിവരുന്നതാണ്. 2-ലെ ചൊവ്വ സംഭാഷണത്താൽ ശത്രുക്കളെ സൃഷ്ടിക്കും. 3-ലെ രാഹു കേതുക്കളിൽ നിന്നും നാമമാത്രമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാകും. പ്രണയ സാഫല്യം ഉണ്ടാവുന്നതാണ്.
ദാമ്പത്യ സൗഖ്യവും അനുഭവപ്പെടും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർ മാറ്റങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. എല്ലാ മാറ്റങ്ങളും ഗുണകരമാവും എന്ന് പറയാനാവില്ല. സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തണം. സംരംഭകർക്ക് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. നിലവിലെ ഉദ്യോഗത്തിൽ ഉന്മേഷം കുറയാം. ചുമതലകളിൽ വീഴ്ച വരികയാൽ മേലധികാരികളുടെ അപ്രീതി നേടുവാനിടയുണ്ട്. പൊതുപ്രവർത്തനത്തിൽ വെല്ലുവിളികൾ ഉയരുന്നതാണ്. ഇഷ്ടമില്ലെങ്കിലും ബിസിനസ് കാര്യങ്ങൾക്കായി അലച്ചിലുണ്ടാവും. ശുക്രൻ 11 വരികയാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ജീവിത നിലവാരം ഉയരുന്നതാണ്. രാഹു കേതു മാറ്റത്താൽ ലാഭനഷ്ടങ്ങൾ സമമായേക്കാം. ചൊവ്വയുടെ അനിഷ്ടസ്ഥിതിക്ക് കേതുവിന്റെ ഇഷ്ടസ്ഥിതി ബലാബലമാവും. അടുത്തതായി പൂയം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ആദിത്യന്റെ 11 സഞ്ചാരം വളരെയധികം ആത്മവിശ്വാസം സമ്മാനിക്കും. ഇവർക്ക് കാര്യവിജയം ഉണ്ടാവുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കാം. പിതാവിൽ നിന്നും അവകാശം, ധനലബ്ധി ഇവ പ്രതീക്ഷിക്കാം. ബുധനും കൂടി 11 വരികയാൽ വിദ്യാഭ്യാസത്തിൽ ലക്ഷ്യം കൈവരിക്കാനാവും. ഗുരു 12 സഞ്ചരിക്കുന്നത് ആത്മീയമായ അന്വേഷണങ്ങളും യാത്രകൾക്കും കാരണമാവുന്നതാണ്. സൽക്കാര്യങ്ങൾക്കായി ചിലവുണ്ടാവും. ഇടവം 4-ാം തീയതി രാഹുവും കേതുവും അനിഷ്ടഭാവങ്ങളിൽ മാറുന്നു. വിഷാദം, കാര്യതടസ്സം ഇവ ഭവിക്കാം. കലഹവാസന നിയന്ത്രിക്കപ്പെടണം. ചൊവ്വ പൂയം ആയില്യം നാളുകളിൽ തുടരുന്നതും അനുകൂലമല്ല. ദാമ്പത്യത്തിൽ സ്വസ്ഥത കുറയാൻ ഇടയുണ്ട്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർ രാഷ്ട്രീയ വിജയം കൈവരിക്കും. എതിരാളികളെ നിഷ്പ്രഭരാക്കാനാവും. ആദർശത്തെക്കാൾ പ്രായോഗികത ചിന്തയിൽ നിറയും. അവസരങ്ങൾ പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. പിതൃപുത്ര ബന്ധം രമ്യമായേക്കും. തൊഴിൽ തേടുന്നവർക്ക് ജോലി കിട്ടാം. രാഹു, കേതു, ചൊവ്വ ഇവയുടെ ദുസ്വാധീനം മൂലം കലഹമുണ്ടാവാൻ സാധ്യതയുണ്ട്. പുതുസംരംഭങ്ങളിൽ അനൈക്യം വരാം. ദേഹക്ലേശം ഭവിക്കുന്നതാണ്. ഗൃഹം വിട്ടുനിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവാം. ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഭൂമി കച്ചവടത്തിൽ അമളികൾ പിണയാം. 9 ശനിയും 12 വ്യാഴവും ചെലവിനിടവരുത്തും. നാട്ടിൽ കഴിയുന്നവർക്ക് അവധി റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കേണ്ടതായി വരാം. കലാപ്രവർത്തനം വിജയിച്ചേക്കും. കുടുംബസംഗമം, സഹപാഠി സംഗമം ഇവയിൽ സംബന്ധിക്കേണ്ടി വന്നേക്കാം. അടുത്തത് മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രക്കാർക്ക് ആദിത്യൻ 10 വ്യാഴം 11 സഞ്ചരിക്കുന്നതിനാൽ സംരംഭങ്ങളിൽ വിജയമുണ്ടാവും. ഉദ്യോഗത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. ജോലിമാറ്റത്താൽ ജോലി നഷ്ടമായവർക്ക് ഇപ്പോൾ പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ്. സമൂഹമധ്യത്തിൽ അംഗീകാരമുണ്ടാവും. മേലധികാരികൾ ഉപദേശം തേടാം. പൊതുവെ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ഉയർന്ന ആദായം ലഭിക്കാം. അഷ്ടമത്തിൽ ശനിയും 12 ചൊവ്വയും ജന്മത്തിൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ വ്യക്തിപരമായി പലതരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. വാഹനം, അഗ്നി മുതലായവ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത കുറയരുത്. 7-ാം ഭാവത്തിലെ രാഹു ദാമ്പത്യത്തെ അസംതൃപ്തമാക്കാം. പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതി കൂടിക്കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം കൂടും. തൊഴിലിടത്തിൽ സ്വാധീനം വർദ്ധിക്കും. അധികാരപൂർവമായ ചുമതലകൾ ലഭിക്കാനിടയുണ്ട്. പൊതുപ്രവർത്തകർക്ക് സ്വീകാര്യത പ്രതീക്ഷിക്കാം. തൊഴിൽ തേടുന്നവർ നിരാശപ്പെടില്ല. വീട്ടിനടുത്തേക്ക് സ്ഥലം മാറ്റത്തിനായി നടത്തിയ ശ്രമങ്ങൾ ഫലം കാണുന്നതാണ്. ധനപരമായി സമ്മർദ്ദങ്ങൾ ഉണ്ടാവില്ല. ബിസിനസ് തന്ത്രങ്ങൾ ഉപഭോക്താക്കളെ സ്വാധീനിക്കാം. സുഹൃത്ത് ബന്ധങ്ങൾ വിപുലമായേക്കാം. കുടുംബത്തിൽ ഒട്ടൊക്കെ സമാധാനമുണ്ടാവുന്നതാണ്. എന്നാലും ജീവിത പങ്കാളിയോട് വിയോജിക്കേണ്ട സന്ദർഭങ്ങൾ കൂടും. ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിൽ ആലോചനകൾ ഊർജിതമാവും. പുതിയ വാഹനമോ മുന്തിയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളോ വാങ്ങാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി മെച്ചപ്പെട്ട ഫലമുണ്ടാവും. കരാർ പണികളിൽ ഏർപ്പെട്ടവർക്കും ദിവസവേതനക്കാർക്കും തുടർച്ചയായി പണിയുണ്ടാവും. സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാഹചര്യം അനുകൂലമാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സപ്പെടില്ല. 7-ലേക്ക് രാഹുവും ജന്മത്തിൽ കേതുവും വരികയാൽ സ്വകാര്യ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാവും. കേതു ഉത്രം നക്ഷത്രത്തിൽ തുടരുന്നത് ദേഹക്ലേശത്തിന് വഴിയൊരുക്കും. കന്നിക്കൂറിൽ വരുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് അർഹതപ്പെട്ട പ്രതിഫലമോ അംഗീകാരമോ കിട്ടാനിടയില്ല. സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ പരിഗണിക്കാൻ വൈകും. 7-ലെ ശനിയാൽ കൂട്ടുകച്ചവടം ഉന്മേഷരഹിതമാവും. രാഹു കേതുക്കളുടെ മാറ്റവും ചൊവ്വയുടെ സ്ഥിതിയും സാമ്പത്തികമായി ഗുണം ചെയ്യും. അടുത്തതായി അത്തം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അത്തം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ ഇടവമാസത്തിൽ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് വലിയ ഉന്മേഷം ഉണ്ടായേക്കില്ല. പുതിയ പദ്ധതികൾ സാക്ഷാത്കരിക്കാൻ ക്ലേശിക്കുന്നതാണ്.
വായ്പയ്ക്കുള്ള അപേക്ഷ അനുവദിക്കപ്പെടില്ല. ഉപരിവിദ്യാഭ്യാസത്തിന് ആഗ്രഹിച്ച കോഴ്സിൽ പ്രവേശനം സാധ്യമായേക്കും. അന്യ സംസ്ഥാനത്തോ പുറം നാട്ടിലോ പഠനം തുടരാനാവും. 7ാം ഭാവത്തിലെ കണ്ടകശനിയാൽ പ്രണയികൾക്ക് തടസ്സങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. ദാമ്പത്യത്തിലും സുഖം കുറയാനിടയുണ്ട്. പിണക്കങ്ങൾ ആവർത്തിക്കാം. രാഹു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഫലങ്ങളേകും. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. ശത്രുശല്യത്തെ ചെറുക്കാൻ കഴിഞ്ഞേക്കും. വസ്തുവിൽ നിന്നും ആദായമുണ്ടാവും. കേതു ജന്മരാശിയിൽ നിന്നും മാറിയതിനാൽ മനസ്സിന് ആശ്വാസം ഭവിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. തുലാക്കൂറിൽ വരുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് ആദിത്യൻ അഷ്ടമത്തിലാകിയാൽ ഉദ്യോഗത്തിൽ തരം താഴ്ത്തൽ ഉണ്ടാവും. സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതാണ്. വ്യാഴം 9ൽ സഞ്ചരിച്ചു തുടങ്ങുന്നതിനാൽ മനസ്സിൽ നല്ല കാര്യങ്ങൾ നിറയും. ഭാവിയെക്കുറിച്ച് പലതും സ്വപ്നം കാണും. കേതു 11ലേക്ക് മാറുന്നതിനാൽ രഹസ്യധനം ലഭിക്കാം. രാഹുവിന്റെ പഞ്ചമസ്ഥിതി ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. കന്നിക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക. രാഹു 6ാം ഇടത്തിൽ മാറുന്നതും കേതു ജന്മത്തിൽ നിന്നും നീങ്ങുന്നതും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ശത്രുഭയം ഉണ്ടാവില്ല. കടക്കെണിയിൽ ആശ്വാസമുണ്ടാവും. രോഗാവസ്ഥയിൽ തുടരുന്നവർക്ക് പുതിയ ചികിത്സ ഫലവത്താകും. 7ലെ ശനി ദാമ്പത്യ ക്ലേശങ്ങൾക്ക് കാരണമാകുന്നതാണ്. അടുത്തതായി ചോതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ചോതി നക്ഷത്രക്കാർക്ക് വ്യാഴം 9ൽ സഞ്ചരിച്ചു തുടങ്ങിയതിനാൽ ഈ നാളുകാർക്ക് ഭാഗ്യവഴികൾ തുറക്കപ്പെടുന്നതാണ്. കഴിവുകൾ പ്രയോജനപ്പെടുത്തും. സ്ഥാനബഹുമാനങ്ങൾ തേടി വരുന്നതാണ്. ആദിത്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് ജോലിയിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാം. പുനഃശ്രമങ്ങൾ വേണ്ടി വന്നേക്കും. പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. ശനിയുടെ അനുകൂല സ്ഥിതിയാൽ ശത്രുവിജയം സാധ്യമാകും. രോഗബാധിതർക്ക് ചികിത്സ ഫലം ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ സാധിച്ചേക്കും. പുതുസംരംഭങ്ങൾ ആദായം നൽകി തുടങ്ങുന്നതാണ്. രാഹുമാറ്റം, അനാവശ്യമായ ഷാഢ്യം, മക്കളുടെ കാര്യത്തിൽ ചില മനപ്രയാസങ്ങൾ എന്നിവ സൃഷ്ടിക്കാം. കേതു 11ൽ സഞ്ചരിക്കുന്നത് പരോക്ഷ ധനലാഭത്തിനും വഴിയൊരുക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നാളുകാരുടെ നക്ഷത്രാധിപനായ വ്യാഴം രാശി മാറിക്കഴിഞ്ഞു. തുലാക്കൂറിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം ഗുണകരമാണ്. ഭാഗ്യപുഷ്ടിയുണ്ടാവും. കഴിവിലുമധികം അംഗീകാരങ്ങൾ ഉപലബ്ധമാകാം. വരുമാന മാർഗം സുഗമമായി തീരും. എന്നാൽ ആദിത്യൻ കാര്യതടസ്സങ്ങൾ ഉണ്ടാക്കും. മേലധികാരികളുടെ അപ്രീതി ഭവിക്കാം. പിതൃപുത്ര ബന്ധത്തിൽ രമ്യത കുറയുന്നതാണ്. വൃശ്ചികക്കൂറുകാർക്ക് യാത്ര മൂലം അലച്ചിലുണ്ടാവും. കഠിനാധ്വാനം കൊണ്ട് മാത്രമേ ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും ഉണ്ടാക്കാനാവൂ എന്ന സ്ഥിതി വന്നേക്കാം. എന്നാൽ തുലാക്കൂറുകാർക്ക് മത്സരങ്ങളിൽ അനായാസ വിജയം പ്രതീക്ഷിക്കാം. വൃശ്ചികക്കൂറുകാർക്ക് 5ലെ ശനിസ്ഥിതി മൂലം ഉപാസനകളിൽ ഭംഗം ഭവിക്കും. തെറ്റായ ഉപദേശങ്ങൾ ലഭിക്കാനിടയുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ഇടവമാസത്തിൽ അനിഴം നാളുകാർക്ക് ഗ്രഹസ്ഥിതി അത്ര കണ്ട് അനുകൂലമല്ല. 7ൽ സഞ്ചരിക്കുന്ന ആദിത്യൻ വഴിനടത്തവും യാത്രാക്ലേശവും സൃഷ്ടിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതാണ്. പങ്കുകച്ചവടത്തിലും തൃപ്തിയുണ്ടാവില്ല. രാശ്യാധിപൻ ചൊവ്വ നീചക്ഷേത്രത്തിൽ തുടരുകയാൽ ആശയക്കുഴപ്പവും ആത്മവിശ്വാസക്കുറവും അനുഭവപ്പെടും. പരിചിത വിഷയമായാലും പ്രവൃത്തിയിൽ പിശകുകൾ ഉണ്ടാവാം. വ്യാഴത്തിന്റെ അഷ്ടമസ്ഥിതി അവിചാരിത തടസ്സങ്ങൾ ഉണ്ടാക്കും. രാഹു 4ലേക്ക് വരുന്നത് മനസമാധാനക്കുറവിന് കാരണമാകുന്നതാണ്. ഗൃഹത്തിൽ നിന്നും പഠനം, ജോലി ഇവയാലോ മറ്റു കാരണങ്ങളാലോ വിട്ടുനിൽക്കേണ്ടി വന്നേക്കാം. അല്പമായ സന്തോഷങ്ങളും സാമാന്യമായ വരുമാനവും പ്രതീക്ഷിച്ചാൽ മതിയാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബുധ സൂര്യയോഗം നൈപുണ്യമുണ്ടാക്കും. പ്രൊഫഷണൽ കോഴ്സുകളിൽ മികച്ച രീതിയിൽ പൂർത്തിയാക്കാനാവും. തൊഴിലന്വേഷകർ നിരാശപ്പെടില്ല. 5ലെ ശനി ആശയക്കുഴപ്പം സൃഷ്ടിക്കാനിടയുണ്ട്. അഷ്ടമത്തിലെ വ്യാഴം 2ാം ഭാവത്തിലേക്ക് നോക്കുകയാൽ ധനപരമായി തരക്കേടില്ലാത്ത കാലമാണ്. വീടുമാറാനിടയുണ്ട്. 4ലെ രാഹുവാൽ വിദേശയാത്രയ്ക്ക് സാധ്യത കാണുന്നു. ഗൃഹനിർമ്മാണത്തിൽ സർക്കാർ ഇടപെടലാൽ തടസ്സം വരാം. സംഘടനകളിൽ സ്വതന്ത്രമായ ചിന്താഗതിയും വ്യക്തമായ നിലപാടുകളും പ്രകടിപ്പിക്കുന്നതാണ്. നിലവിലെ വ്യാപാരം മാറുന്നതിന് കാലം അനുകൂലമല്ല. വലിയ മുതൽ മുടക്കുകളും പ്രയോജനം ചെയ്യില്ല. കലാപരമായ താല്പര്യമുണ്ടാവും. അതിനെ പുഷ്ടിപ്പെടുത്താൻ സമയ സൗകര്യാദികൾ സിദ്ധിച്ചേക്കില്ല. യോഗ, ധ്യാനം, വ്യായാമ പരിശീലനം ഇവ ഗുണം ചെയ്യുന്നതാണ്. അടുത്തതായി മൂലം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ആദിത്യൻ 6ൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യസിദ്ധി ഭവിക്കും. തടസ്സങ്ങളെ മറികടക്കാനാവും. മേലധികാരികളുടെ പ്രീതി നേടുന്നതാണ്. വിദേശത്ത് ഉപരിപഠനത്തിനുള്ള അവസരം വ്യാഴത്തിന്റെ ആനുകൂല്യം മൂലം ലഭ്യമാകും. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭതീരുമാനം വന്നു ചേരും. സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകുന്നതാണ്. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം പ്രതീക്ഷിക്കാം. രാഹുവിന്റെ 3ാം ഭാവത്തിലേക്കുള്ള മാറ്റം
ധനപരമായ ഉയർച്ചയ്ക്കും തൊഴിൽ വളർച്ചയ്ക്കും വഴിയൊരുക്കും. കണ്ടകശനിക്കാലം ആകയാൽ ഗൃഹനിർമ്മാണം വൈകുന്നതാണ്. ഗൃഹനിർമ്മാണ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കാനുള്ള സാധ്യതയും കാണുന്നു. അഷ്ടമഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതിയാൽ വിഷാദം, വീഴ്ച, മനക്ലേശം ഇവ സാധ്യതകൾ. പതിവായുള്ള ആരോഗ്യ പരിശോധനകളിൽ അമാന്തം വരുത്തരുത്. BP, പ്രമേഹം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നു. അടുത്തതായി പൂരാടം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. പൂരാടം നക്ഷത്രക്കാർക്ക് ആദിത്യനും ഗുരുവും മാസാദ്യം മുതലും രാഹു ഇടവം 4-ാം തീയതിക്കു ശേഷവും അനുകൂല സ്ഥിതിയിൽ വരുന്നു. കുറച്ചു നാളുകളായി അനുഭവിച്ചു പോരുന്ന മാനസിക സംഘർഷത്തിന് അയവുണ്ടാവും. ഭൗതിക സാഹചര്യങ്ങൾ ഒട്ടൊക്കെ വരുതിയിലായേക്കും. തൊഴിലിടത്തിലെ സംഘർഷം കുറയും. കഴിവുകൾ പോഷിപ്പിക്കാനാവും. ഒപ്പമുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള നിസ്സഹകരണവും എതിർപ്പും നീങ്ങുന്നതാണ്. ദിശാബോധം, പഠിപ്പ്, കുടുംബജീവിതം എന്നിവയിലും പ്രത്യക്ഷമാവുന്നതാണ്. തൊട്ടതെല്ലാം നഷ്ടത്തിലാവുന്ന സ്ഥിതിക്ക് മാറ്റമുണ്ടാവും. കണ്ടകശനി 4-ൽ ശക്തമാവുകയാൽ ബന്ധുവിരോധം, സുഹൃത്ത് കലഹം, വീടിന് അറ്റകുറ്റപ്പണി ഇവ സാധ്യതകളാണ്. അഷ്ടമത്തിലെ ചൊവ്വ ആരോഗ്യകാര്യത്തിൽ വിഷമങ്ങൾ വരുത്താമെന്നതിനാൽ കരുതലുണ്ടാവണം. അടുത്തതായി ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂല ഫലങ്ങൾ ഇടവമാസത്തിൽ സംജാതമായേക്കും. അധികാരികളുടെ പ്രീതി നേടുന്നതാണ്. ബിസിനസ്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാവും. തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും വരുമാനമുണ്ടാവും. ദാമ്പത്യത്തിലെ സ്വൈര്യക്കേടുകൾക്ക് ഒട്ടൊക്കെ വിരാമം ഭവിക്കുന്നതാണ്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ ശുഭ തീരുമാനം ഉണ്ടാവാം. മകരക്കൂറിൽ വരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ മിത്രങ്ങളും മിത്രങ്ങൾ ശത്രുക്കളുമാവുന്ന സ്ഥിതി വരാം. കർമ്മമേഖലയിൽ വിശിഷ്യ സ്വാശ്രയ വ്യാപാരത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിൽ വിളംബം വന്നേക്കും. കുടുംബരംഗത്ത് അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള സാഹചര്യം കാണുന്നു. ധനപരമായി മെച്ചമുണ്ടാവില്ല. പതിവായുള്ള ആരോഗ്യ പരിശോധനയിൽ മുടക്കം വരുത്തരുത്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് പ്രമുഖന്മാർ നൽകിയ വാഗ്ദാനങ്ങൾ ഫലിക്കാനും ഫലിക്കാതിരിക്കാനും ഇടയുണ്ട്. കർമ്മമേഖല കുറ്റമറ്റതാവില്ല. പാളിച്ചകൾ തിരുത്തി മുന്നേറാനാവും. അവ്യക്തതയും സന്ദേഹവും തുടരുമെങ്കിലും പ്രത്യുൽപ്പന്ന മതിത്വം പ്രയോജനപ്പെടുത്തും. വ്യാഴം 6-ലാകിയാൽ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടാവണം. നിക്ഷേപങ്ങളിൽ കരുതൽ വേണ്ടതുണ്ട്. കണക്കുകളിൽ കൃത്യത പുലർത്തണം. സാമാന്യത്തിലധികം അധ്വാനിക്കേണ്ടി വരും. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി സാമാന്യത്തിലധികം അധ്വാനിക്കേണ്ടതായി വന്നേക്കും. രാഹുവിന്റെ 2-ലെ സഞ്ചാരം, ചൊവ്വയുടെ 7-ലെ സ്ഥിതി ഇവ കുടുംബകലഹങ്ങൾക്ക് വഴിയൊരുക്കാം. വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടും. മകന്റെ ഭാവി കാര്യത്തിൽ അവ്യക്തതയുണ്ടാവും. വിദേശ പഠനം, തൊഴിൽ എന്നിവ പ്രതീക്ഷിച്ച കാലത്തിലും നീളാം. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നു. ആസൂത്രണമില്ലാത്ത കാര്യങ്ങൾ വിജയിക്കാനിടയുണ്ട്. പൊതുസമ്മതി ഭവിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഭാഗികമായി പൂർത്തീകരിക്കും. പൊടുന്നനെ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ തടസ്സം വരാനിടയുണ്ട്. മേലധികാരികളോട് പറയുന്ന പരാതികൾ പനരോധനമാവും. ഔദ്യോഗികമായ ഉയർച്ച പ്രതീക്ഷിക്കും. എന്നാൽ അനർഹർക്ക് അവ ലഭ്യമാകുന്നത് കാണേണ്ടി വരാനുള്ള സാഹചര്യം ഉണ്ടാവും. സഹജമായ പല ഗുണങ്ങളും കഴിവുകളും പ്രയോജനപ്പെടുത്താൻ സാധിച്ചേക്കും. അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും കിട്ടാൻ സാധ്യത കാണുന്നു. മാസത്തിന്റെ നല്ലൊരു പങ്കും നക്ഷത്രാധിപനായ ചൊവ്വ നീചത്തിൽ തുടരുകയാണെന്നതിനാൽ അകാരണമായ പിരിമുറുക്കം അനുഭവപ്പെടാം. വ്യാഴമാറ്റം കുംഭക്കൂറുകാർക്ക് ആശ്വാസമേകും. മക്കളുടെ കാര്യത്തിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ജീവകാരുണ്യത്തിലും സമൂഹ നന്മയ്ക്കുമുള്ള കൃത്യങ്ങളിലും ചുവടുവയ്പുകൾ നടത്തുന്നതാണ്. രാഹു കേതുമാറ്റം പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. ദേഹസൗഖ്യത്തിന് കുറവ് വരാം. അടുത്തതായി ചതയം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ചതയം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ മാറ്റം സത്ഫലങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. മാനസിക നിലവാരം ഉയരും. ഭൗതിക കാര്യങ്ങളിൽ ഉദ്വേഗം ഉണ്ടാവില്ല. മക്കളുടെ കാര്യങ്ങളിൽ സുഗമത ദൃശ്യമാകും. ധനപരമായ കരുതൽ പുലർത്തുന്നതിനും സാധിക്കും. ജന്മനക്ഷത്രാധിപനായ രാഹു ജന്മനക്ഷത്രത്തിൽ പിൻഗതിയായി എത്തുന്നു. 7 ശനിക്കാലം തുടരുന്നുണ്ട്. ആദിത്യൻ 4-ാം ഭാവത്തിലുമാണ്. ഇവ മൂന്നും മാനസിക ശാരീരിക സമ്മർദ്ദങ്ങൾ ഉയർത്താം. അനാവശ്യമായ കാലവിളംബം ഉണ്ടാക്കും. മുൻപില്ലാത്ത വിധം അലസരാവുന്നതാണ്. തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനിടയുണ്ട്. അക്കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അംഗീകരിക്കാനും തിരുത്താനും സന്നദ്ധതയുണ്ടാവില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആവർത്തിത ശ്രമം വേണ്ടിവരും. ചൊവ്വയുടെ 6-ലെ സ്ഥിതി ശത്രുവിജയം, ഭൂമിയിൽ നിന്നുള്ള ആദായം എന്നിവയ്ക്ക് കാരണമായേക്കും. അടുത്തതായി പൂരുരുട്ടാതിക്കാരുടെ നക്ഷത്രഫലം നോക്കാം. രാഹു പൂരുരുട്ടാതി 4-ാം പാദത്തിൽ നിന്നും ഇടവം 4-ന് 3-ാം പാദത്തിലേക്ക് പ്രവേശിക്കും. മീനക്കൂറായാലും കുംഭക്കൂറായാലും രാഹു പൂരുരുട്ടാതിയിൽ തന്നെയാണ്. അതിനാൽ ആലസ്യം,
മാനസിക പിരിമുറുക്കം, പിൻവാങ്ങൽ, പിൻവലിയൽ എന്നിവ സഹജമാവും. ദുശാഠ്യം ഏറുന്നതാണ്. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ വൈകും. ശനിയുടെ പ്രതികൂലതയും ഉള്ളതിനാൽ ലക്ഷ്യപ്രാപ്തി എളുപ്പമായേക്കില്ല. കുംഭക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ 5ലെ സ്ഥിതി കുറച്ചൊക്കെ അനുകൂലമാണ്. ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിച്ചേക്കും. മീനക്കൂറുകാർക്ക് ആദിത്യൻ സഹായഭാവത്തിലാകിയാൽ സർക്കാർ സഹായം, രാഷ്ട്രീയ പിന്തുണ, സഹപ്രവർത്തകരുടെ സഹകരണം ഇവയുണ്ടാവാം. ചൊവ്വ കുംഭക്കൂറുകാരുടെ എതിർശക്തികളെ പ്രതിരോധിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മത്തിലും ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും ശനി സഞ്ചരിക്കുന്ന കാലമാണ്. എത്ര ചടുലമായ നീക്കങ്ങളും പതുക്കെയാവും. പല കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിച്ചേക്കില്ല. ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നില്ലെന്ന് കുടുംബത്തിൽ നിന്നും തന്നെ പരിഭവങ്ങൾ ഉയരാനിടയുണ്ട്. രാഹു ജന്മരാശിയിൽ നിന്നും 12ലേക്ക് മാറിയതും കേതു 6ാം ഭാവത്തിലായതും ആശ്വാസകരമാണ്. വ്യാഴത്തിന്റെ 4ലെ സഞ്ചാരം സമ്മിശ്രമാണ്. തൊഴിൽ ഭാവത്തെ നോക്കുകയാൽ കർമ്മരംഗം മ്ലാനമാവില്ലെന്ന് ഊഹിക്കാം. ആദിത്യൻ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ഈ മാസത്തിൽ തടസ്സപ്പെട്ട പല കാര്യങ്ങളും പ്രവർത്തന സജ്ജമാക്കാൻ സാധിക്കും. ചൊവ്വ 5ാം ഭാവത്തിലാകിയാൽ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. അവസാനമായി രേവതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ജന്മശനിയും 12ലെ രാഹുവും വിപരീത ഫലങ്ങളും കാര്യതടസ്സവും കർമ്മപരാമുഖത്വവും നൽകുന്നതാണ്. പരിശ്രമങ്ങൾ പകുതിയിൽ ഉപേക്ഷിക്കപ്പെടാം. വിഷാദത്തിന്റെ ചില്ലകളിലേക്ക് മനസ്സ് പെട്ടെന്ന് ചേക്കേറാനുള്ള സാധ്യത കാണുന്നു. 3ാം ഭാവത്തിലെ ആദിത്യൻ, 6ലെ കേതു, ബുധശുക്രന്മാർ ഇവർ ജീവിതത്തെ സന്തുലിതമാക്കുകയും പ്രസന്നഭാവങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. 4ാം ഭാവത്തിലെ വ്യാഴം ദോഷശക്തിയല്ല. ഗാർഹികാന്തരീക്ഷം മുന്നത്തേക്കാളും മെച്ചപ്പെടുന്നതാണ്. 5ലെ ചൊവ്വ നിർബന്ധശീലം കാട്ടുവാൻ പ്രേരിപ്പിക്കും. മക്കളുമായി വെറുതെ പിണങ്ങാനുള്ള സാധ്യത കാണുന്നു. മക്കളുടെ കാര്യമോർത്ത് ക്ലേശിക്കാനും സാധ്യതയുണ്ട്. കച്ചവടത്തിൽ കൂടുതൽ ധനം മുടക്കാൻ ഈ സമയം നല്ലതല്ല. വേർപിരിഞ്ഞു കഴിയുന്ന ദമ്പതികൾക്ക് ഇപ്പോൾ ഒത്തിണങ്ങാനുള്ള സന്ദർഭം സംജാതമാകുന്നതാണ്. പ്രണയികൾക്കും നല്ല കാലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.